എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ പുരാതന ഇന്ത്യൻ ചരിത്രമാണ്. SSC PSC എക്സാമുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദമായിരിക്കും. ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് മണ്ഡൽ ഈസ് ഓൺ ദ നെയിം ഓഫ് വിശ്വമിത്ര? ആൻസർ 3. Out of 10 mandal, which pair is the latest? Answer 1 and 10. 3. Which of the following literature is known as Abarushaya? Answer Vedas. 4. How many layers of Mohenjo-daro were found? Answer 7. 5. What was the capital of the early Chalukyas? ആൻസർ ബദാമി. ഏർലി ചാലൂക്യന്മാരുടെ ക്യാപിറ്റലാണ് ബദാമി. 6. വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ ഇന്ത്യൻ വിസിറ്റ് ഓഫ് ഹ്യുയാൻസാങ്? ഹ്യുയാൻസാങ്ങിൻ്റെ ഇന്ത്യൻ വിസിറ്റ് കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു? ടു വിസിറ്റ് ഹോളി പ്ലേസസ് കണക്റ്റഡ് വിത്ത് ബുദ്ധിസം. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ഹോളി പ്ലേസുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. 7. ദ ഫേമസ് ഹാരപ്പൻ സൈറ്റ് ഓഫ് ലോത്തൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഒരു പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റാണ് ലോത്തൽ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. 8. ദ ഫേമസ് റോക്ക് കട്ട് ടെമ്പിൾ ഓഫ് കൈലാസ് ഈസ് അറ്റ്. വളരെ പ്രസിദ്ധമായ ഒരു റോക്ക് കട്ട് ടെമ്പിളാണ് കൈലാസ്. ഇത് എവിടെയാണ്? എല്ലോറയിലാണ്. മഹാരാഷ്ട്രയിലെ എല്ലോറയിലാണ് റോക്ക് കട്ട് ടെമ്പിളായ കൈലാസം സ്ഥിതി ചെയ്യുന്നത്. 9. ദ പീപ്പിൾ ഓഫ് ദ ഹാരപ്പ ആൻഡ് മോഹൻജദാരോ കൾച്ചർ ബിലോങ് ടു ദി. ഹാരപ്പയിലെയും അതുപോലെ തന്നെ മോഹൻജദാരോയിലെയും ജനങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ചാൽക്കോലിത്തിക് ഏജ്. ചാൽക്കോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുള്ളത്. 10ാമത്തെ ചോദ്യം. വിച്ച് കിങ് സ്റ്റാർട്ടഡ് ദ ഓർഗനൈസേഷൻ ഓഫ് കുംഭ് ഫെയർ അറ്റ് അലഹാബാദ്? ആരാണ് അലഹബാദിലെ കുംഭമേള ആരംഭിച്ചത്? ഏത് രാജാവാണ് കുംഭമേള ആരംഭിച്ചത്? ആൻസർ ഹർഷവർദ്ധനൻ. ഹർഷവർദ്ധനൻ്റെ കാലത്താണ് കുംഭമേള ആരംഭിച്ചത്. 11ാമത്തെ ചോദ്യം. ഉപനിഷത്ത് ആർ ബുക്സ് ഓൺ. ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഫിലോസഫിയെ സംബന്ധിച്ചുള്ള ബുക്കുകളാണ്. 12ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ റൂളർ ഹു ഹാഡ് ടെറിറ്ററി ഔട്ട്സൈഡ് ഇന്ത്യ? ഏത് ഇന്ത്യൻ രാജാവിനാണ് ഇന്ത്യക്ക് പുറത്ത് ടെറിട്ടറി ഉണ്ടായിരുന്നത്? കനിഷ്കനാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ഹു വാസ് ദ മെയിൻ മെയിൽ ഗോഡ് വേർഷിപ്ഡ് ബൈ ഇൻഡസ് പീപ്പിൾ? സിന്ധു നദീതടത്തിലുള്ള ആളുകൾ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട മെയിൽ ഗോഡ് ആരാണ്? ആൺ ദൈവം. ആൻസർ ലോർഡ് വിഷ്ണുവാണ്. ലോർഡ് വിഷ്ണുവിനെയാണ് സിന്ധു നദീതട ജനങ്ങൾ വേർഷിപ്പ് ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം. ഹു വാസ് ദ ലാസ്റ്റ് ഹിന്ദു എംപറർ ഓഫ് നോർത്തേൺ ഇന്ത്യ? നോർത്തേൺ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ ഹിന്ദു എംപററിൻ്റെ പേരാണ് ഹർഷൻ. 15. ഹു ഈസ് ദ എക്സ്കവേറ്റർ ഓഫ് ഹാരപ്പ സൈറ്റ്? ഹാരപ്പ സൈറ്റ് കണ്ടെത്തിയത് ആരാണ്? ആൻസർ ദയാറാം സാഹിനി. അദ്ദേഹമാണ് ഹാരപ്പൻ സൈറ്റ് കണ്ടെത്തിയത്. 16. ധോളവീര ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബാങ്ക് ഓഫ് ദി റിവർ. ധോളവീര എന്ന് പറയുന്നത് ഏതു നദിയുടെ തീരത്താണ്? ലൂണി നദിയുടെ തീരത്താണ് ധോളവീര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 17ാമത്തെ ചോദ്യം. ഇൻ ദ വേദിക് ഏജ് ഹു വാസ് ദ ഹെഡ് ഓഫ് ഗ്രാമ? ആൻസർ ഗ്രാമിനി. ഇൻ ദ വേദിക് ഏജ് ഹു വാസ് ദി ഹെഡ് ഓഫ് ദി ഗ്രാമ? ആൻസർ ഗ്രാമിനി. 18ാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ പീരീഡ് ഓഫ് ദി ഇൻഡസ് സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമാണ് ചോദിച്ചിരിക്കുന്നത്. 2500 BC മുതൽ 1750 BC വരെ ആയിരുന്നു
ഈ സിവിലൈസേഷൻസ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. വളരെ പ്രാചീനമായിട്ടുള്ള 2 സിവിലൈസേഷനാണ് ഇൻഡസ് സിവിലൈസേഷനും അതേപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനും. വിച്ച് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓഫ് ദി ഈസ്റ്റേൺ കോസ്റ്റ് ഡ്യൂറിങ് ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിൽ കിഴക്കൻ തീരത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖത്തിൻ്റെ പേരാണ് തമ്രലിപ്തി എന്നാണ് പേര്. അടുത്ത 20ാമത്തെ ചോദ്യം. നെയിം ദ കുഷാൻ എംപറർ ഹു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ ഗോൾഡ് കോയിനേജ് ഇൻ ഇന്ത്യ. ഏത് കുഷാന രാജാവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗോൾഡ് കോയിൻ സമ്പ്രദായം ഏർപ്പെടുത്തിയത്? ആൻസർ ബിമ കഡ്ഫീസസ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗോൾഡ് കോയിനേജ് സിസ്റ്റം ആവിഷ്കരിച്ച കുഷാൻ എംപറർ. 21ാമത്തെ ചോദ്യം. ഹൂസ് അച്ചീവ്മെൻറ്റ് ആർ റെക്കോർഡഡ് ഇൻ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ ആരുടെ നേട്ടങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്? ആൻസർ സമുദ്രഗുപ്തൻ. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണ് നമുക്ക് അലഹബാദ് പില്ലറിൽ കാണാൻ സാധിക്കുന്നത്. 22ാമത്തെ ചോദ്യം. ഗുപ്ത എംപയർ ഡിക്ലൈൻ ഇൻ ദ 5th century AD ആസ് എ കോൺസിക്വൻസ് ഓഫ്. എന്തുകൊണ്ടാണ് 5ാം നൂറ്റാണ്ടിൽ ഗുപ്ത എംപയർ ഡിക്ലൈൻ ചെയ്യാൻ കാര്യം? അത് ഹുൻ ഇൻവേഷൻ വന്നതോടുകൂടിയാണ് ഗുപ്ത എംപയർ 5ാം നൂറ്റാണ്ടിൽ ക്ഷയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. 23ാമത്തെ ചോദ്യം. ദ അയൺ പില്ലർ അറ്റ് മഹ്റോലി ഇൻ ഡൽഹി ഈസ് ബിലീവ്ഡ് ടു റെക്കോർഡ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ്. ആൻസർ ചന്ദ്രഗുപ്ത സെക്കൻഡ്. ക്വസ്റ്റൻ ഒന്നും കൂടെ വായിക്കാം. ദ അയൺ പില്ലർ അറ്റ് മെഹ്റോളി ഇൻ ഡൽഹി ഈസ് ബിലീവ്ഡ് ടു റെക്കോർഡ് ദി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. 24ാമത്തെ ചോദ്യം. ആര്യഭട്ട ബിലീവ്ഡ് ടു ഹാവ് ബീൻ ബോൺ ഇൻ ദ 5th century AD വാസ് എ മോസ്റ്റ് റിനോൺഡ് സ്കോളർ ഓഫ്. അദ്ദേഹം ഒരു ആസ്ട്രോണമി ആയിരുന്നു. ആസ്ട്രോണമിയിൽ വളരെ പണ്ഡിതനായിരുന്നു ആര്യഭട്ട. അദ്ദേഹം 5ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. 25ാമത്തെ ചോദ്യം. ദ ടെമ്പിൾ ഓഫ് ദി കൊണാർക്ക് വാസ് ബിൽറ്റ് ബൈ നരസിംഹ ഓഫ് ദി ഡാഷ്. കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹനാണ്. അദ്ദേഹം ഒരു ഗംഗ അഡ്മിനിസ്ട്രേഷനായിരുന്നു. 26ാമത്തെ ചോദ്യം. വിച്ച് മുദ്ര ഈസ് ദ ജസ്റ്റർ ഓഫ് ബുദ്ധ ആസ് ഡെപ്പിക്റ്റഡ് ഇൻ ഹിസ് ഫസ്റ്റ് സെർമോൺ? ആൻസർ ധർമ്മചക്ര മുദ്ര. 27. ഹൂ ബിൽഡ് ദ ഗോമതേശ്വര സ്റ്റാച്യു അറ്റ് ശ്രാവണബെലഗോള. ശ്രാവണബെലഗോളയിലുള്ള ഒരു സ്റ്റാച്യു ആണ് ഗോമതേശ്വര. അത് ആരാണ് നിർമ്മിച്ചിട്ടുള്ളത്? ആൻസർ ചാമുണ്ഡാരയാണ് ഗോമതേശ്വര സ്റ്റാച്യു ബിൽറ്റ് ചെയ്ത രാജാവ്. 28ാമത്തെ ചോദ്യം. ഹൂ വാസ് ദ ഫസ്റ്റ് ഇൻഡോ ഗ്രീക്ക് ഹൂ ബിക്കേം എ ബുദ്ധിസ്റ്റ്? ആൻസർ മെനാൻഡർ സെക്കൻഡ് ആണ്. ആദ്യത്തെ ഇൻഡോ ഗ്രീക്കനാണ്. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റായിട്ട് മാറി. മെനാൻഡർ സെക്കൻഡ് ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം. ഹൂ വാസ് ദ ഫസ്റ്റ് ഫോറിനർ ടു വിസിറ്റ് ഇന്ത്യ? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഫോറിനറാണ് മെഗസ്തനീസ്. ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഫോറിനറാണ് മെഗസ്തനീസ്. 30ാമത്തെ ചോദ്യം. ഹൂ വാസ് ദ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി? ഗുപ്ത ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഗ്രേറ്റ് റൂളറിൻ്റെ പേരാണ് സ്കന്ദഗുപ്ത ഒന്നാമൻ. സ്കന്ദഗുപ്ത ഒന്നാമനാണ് ഗുപ്ത ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ. 31ാമത്തെ ചോദ്യം. ഹൂ വാസ് ദ ഫസ്റ്റ് ഗുപ്ത റൂളർ ഹൂ അസ്യൂം ദ ടൈറ്റിൽ ഓഫ് ദി മഹാരജതി രാജ? ആൻസർ ചന്ദ്രഗുപ്ത ഒന്നാമൻ. 32. ദ വേദ ദാറ്റ് കണ്ടെയ്ൻസ് ചാംസ് ആൻഡ് സ്പെൽസ് ടുവേർഡ്സ് ഓഫ് എവിൽസ് ആൻഡ് ഡിസീസസ് ഈസ്? രോഗങ്ങൾക്കും അതേപോലെ തന്നെ എവിൽസിനുമൊക്കെ ഉള്ള ഔഷധമായിട്ട് കരുതപ്പെടുന്ന വേദമാണ് അഥർവ വേദം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം.
The Pitaka that contains pronouncement attributed to the Buddha, laying down numerous rules for the conduct of the order is. Answer Vinaya Pitaka. 34ാമത് ചോദ്യം. ഇൻ വാട്ട് റെസ്പെക്ട് ഡിഡ് ജൈനിസം ഡിഫർ ഫ്രം ബുദ്ധിസം? ജൈനിസം എങ്ങനെയാണ് ബുദ്ധിസത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇൻ ഇറ്റ് സ്ട്രെസ് ഓൺ ദി ഡോക്ട്രൈൻ ഓഫ് അഹിംസ. അഹിംസയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ജൈനിസവും ബുദ്ധിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് അഹിംസയിലാണ്. 35ാമത് ചോദ്യം. ഹൂ ഈസ് സെറ്റ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദി സ്പ്രെഡ് ഓഫ് ജൈനിസം ഇൻ കർണാടക? കർണാടകയിൽ ജൈനിസം പ്രചരിപ്പിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. 36ാമത് ചോദ്യം. വിച്ച് ഓഫ് ദി ഡോക്ട്രൈൻ ഓഫ് ജൈനിസം വാസ് ആഡഡ് ബൈ മഹാവീര? ആൻസർ ഒബ്സർവ് കോണ്ടിനൻസ്. വിച്ച് ഓഫ് ദി ഡോക്ട്രൈൻ ഓഫ് ജൈനിസം വാസ് ആഡഡ് ബൈ മഹാവീര? ആൻസർ ഒബ്സർവ് കോണ്ടിനൻസ്. 37ാമത് ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് പോയട്രി വാസ് മോസ്റ്റ് പോപ്പുലർ വിത്ത് ദ ലേറ്റർ വേദിക് പീപ്പിൾ? ആൻസർ റെഡ് വെയർ. വിച്ച് ടൈപ്പ് ഓഫ് പോയട്രി വാസ് മോസ്റ്റ് പോപ്പുലർ വിത്ത് ലേറ്റർ വേദിക് പീപ്പിൾ? ആൻസർ റെഡ് വെയർ. 38. ഹു ഓക്യുപ്പൈഡ് ദ സുപ്രീം പൊസിഷൻ ഇൻ ദി ലേറ്റർ വേദിക് പാന്തനോൺ? ആൻസർ പ്രജാപതി. 39. ഇൻ ജൈനിസം പെർഫെക്റ്റ് നോളജ് ഈസ് റെഫേർഡ് ടു ആസ്? ജൈനിസത്തിലെ പെർഫെക്റ്റ് നോളജ് എന്ന് പറയുന്നത് കൈവല്യയാണ്. ജൈനിസത്തിലെ പെർഫെക്റ്റ് നോളജ് എന്ന് പറയുന്നത് കൈവല്യയാണ്. 40. ദ ഡോട്ടർ ഹൂ മിൽക്സ് ആനിമൽസ് ഇൻ ദ വേദിക് പീരീഡ് വാസ് നോൺ ആസ്? ആൻസർ ദുഹിതർ. 41. ബിംബിസാര വാസ് സക്സീഡഡ് ബൈ? ബിംബിസാര സക്സീഡ് ചെയ്തത് അജാത ശത്രുവിനെയാണ്. 42ാമത്തെ ചോദ്യം. നെയിം ദ കുഷാൻ കിങ് ഹു അസ്യൂം ദ ടൈറ്റിൽ ദ ലോർഡ് ഓഫ് ദി ഹോൾ വേൾഡ്? ആൻസർ കഡ്ഫീസസ് സെക്കൻഡ്. 43. ദ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് ഹെൽഡ് അറ്റ്? 4ാം ബുദ്ധമത സമ്മേളനം എവിടെയാണ് നടന്നത്? ആൻസർ കുണ്ടലവനത്തിലാണ് 4ാം ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുള്ളത്. 44ാമത് ചോദ്യം. മെഗസ്തനീസ് വാസ് സക്സീഡഡ് ആസ് അംബാസിഡർ ബൈ ഡിമാക്കോസ്? മെഗസ്തനീസ് വാസ് സക്സീഡഡ് ആസ് അംബാസിഡർ ബൈ ഡെയ്മാക്കോസ്. 45ാമത് ചോദ്യം. ദ ഓതർ ഓഫ് ദി പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ വാസ് എ സെയിലർ? ദ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന കൃതി എഴുതിയത് ഒരു സെയിലറാണ്. 46ാമത് ചോദ്യം. ഡ്യൂറിങ് കരികാലാസ് റൂൾ ദ ഇമ്പോർട്ടൻറ്റ് ചോള പോർട്ട് വാസ്? കരികാളൻ്റെ റൂളിംഗ് ടൈമിൽ പ്രധാനപ്പെട്ട ചോള തുറമുഖമായിരുന്നു പുഹാർ. 47ാമത് ചോദ്യം. ദ മോസ്റ്റ് ഫേമസ് ചേര റൂളർ വാസ്? ഏറ്റവും പ്രധാനപ്പെട്ട ചേര റൂളറാണ് സെങ്കുട്ടവൻ. 48ാമത് ചോദ്യം. ദ ഹരിഹര രായ ഹു റൂൾഡ് ദ വിജയനഗർ എംപയർ ഫോർ ദ പീരീഡ് 1336 to 1356 ബിലോങ് ടു വിച്ച് ഡൈനാസ്റ്റി? ആൻസർ സംഗമ ഡൈനാസ്റ്റി. ഹരിഹര റായ 1 ഹു റൂൾഡ് ദ വിജയനഗർ എംപയർ ഫോർ ദ പീരീഡ് 1336 to 1356 ബിലോങ്സ് ടു വിച്ച് ഡൈനാസ്റ്റി? ആൻസർ സംഗമ ഡൈനാസ്റ്റി. 49. During the Gupta Empire, the term Ubarikara was used for an extra tax levied on all subject. 50ാമത് ചോദ്യം. തുളുവ നരസ who ruled the Vijayanagar Empire for the period 1491 to 1503 belong to which dynasty? Answer തുളുവ ഡൈനാസ്റ്റി. 51ാമത് ചോദ്യം. ചോള എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു? ചോള എംപയറിനെ ഡിവൈഡ് ചെയ്തിരുന്നത് പ്രധാനമായിട്ടും 5ആയിട്ടാണ്. മണ്ഡലംസ്, നാട്, കുരം ആൻഡ് വലനാട്. 52ാമത് ചോദ്യം. ഫോർ വിച്ച് പീരീഡ് ഡിഡ് ഹരിഹര റായ 2 ഓഫ് സംഗമ ഡൈനാസ്റ്റി റൂൾ ദ വിജയനഗരം എംപയർ? ആൻസർ 1377 to 1404.
53-ാമത് ചോദ്യം, ബിംബിസാര വാസ് ദ ഫൗണ്ടർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? ഏത് ഡൈനാസ്റ്റിയാണ് ബിംബിസാര ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ആൻസർ ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ബിംബിസാര. 54-ാമത് ചോദ്യം, എ ജനപദിൻ വാസ് ഡാഷ് ഓഫ് എ ജനപദ? ആൻസർ റൂളർ. ജനപദിൻ വാസ് ദ റൂളർ ഓഫ് ദി ജനപദ. 55-ാമത്തെ ചോദ്യം, ദ ലോക്കൽ നെയിം ഓഫ് മോഹൻജദാരോ ഈസ്? മോഹൻജദാരോയുടെ ലോക്കൽ നെയിമാണ് മൗണ്ട് ഓഫ് ദി ഡെഡ്, മരിച്ചവരുടെ കുന്ന്, മരിച്ചവരുടെ താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മോഹൻജദാരോ. 56-ാമത്തെ ചോദ്യം, ഹൂ വെയർ ദ ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് ഓഫ് ദി മൗര്യാസ് ഇൻ മഗധ? ഹൂ വെയർ ദ ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് ഓഫ് ദി മൗര്യാസ് ഇൻ മഗധ? ആൻസർ ശുംഗാസ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഐറ്റം വാസ് കളക്റ്റഡ് ഓൺലി ഇൻ ദ കേസ് അണ്ടർ ദി മൗര്യാസ്? ആൻസർ പ്രാണയ. 58, ദ ടെമ്പിൾ ഓഫ് ദി കൊണാർക്ക് വാസ് ബിൽറ്റ് ബൈ നരസിംഹ ഓഫ് ദി ഡാഷ് ഗംഗ അഡ്മിനിസ്ട്രേഷൻ. 59, കുമാരസംഭവ് ആൻഡ് രഘുവംശ ആർ ദ വർക്ക്സ് ഓഫ്? കുമാരസംഭവം അതുപോലെ തന്നെ രഘുവംശവും ആരുടെ വർക്കാണ്? കാളിദാസിൻ്റെ വർക്കുകളാണ് ഇത് രണ്ടും. 60-ാമത്തെ ചോദ്യം, ഹൂ വാസ് ദ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി? ആൻസർ സ്കന്ദഗുപ്ത. ഹൂ വാസ് ദ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി? ആൻസർ സ്കന്ദഗുപ്ത. 61-ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ഗുപ്ത റൂളർ ഹൂ അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ദി മഹാരാജാധിരാജ? ആൻസർ ചന്ദ്രഗുപ്ത ഒന്നാമൻ. ദ ഫസ്റ്റ് ഗുപ്ത റൂളർ ഹു അസ്യൂം ദ ടൈറ്റിൽ ഓഫ് ദി മഹാരാജാധിരാജയാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. അടുത്ത ചോദ്യം, ഹു ഈസ് സെറ്റ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദി സ്പ്രെഡ് ഓഫ് ജൈനിസം ഇൻ കർണാടക? കർണാടകത്തിലെ ജൈനിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിളായ രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് കർണാടകയിൽ ജൈനിസം പ്രചരിപ്പിച്ചത്. 63-ാമത് ചോദ്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ആൻഷ്യൻ ഇന്ത്യാസ് കൾച്ചറൽ ഹിസ്റ്ററി ആർ? ആൻസർ ലിറ്ററേച്ചർ ആൻഡ് എപ്പിക്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ ഓൺ ആൻഷ്യൻ ഇന്ത്യാസ് കൾച്ചറൽ ഹിസ്റ്ററി ആർ ലിറ്ററേച്ചർ ആൻഡ് എപ്പിക്സ്. അടുത്ത ചോദ്യം, ദ ഗ്രാനറി ഡിസ്കവേർഡ് അറ്റ് ഹാരപ്പ വാസ് ലൊക്കേറ്റഡ്? ഹാരപ്പയിൽ കണ്ടെത്തിയ ഗ്രാനറി അത് എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? നിയർ ദ റിവർ രവി നദിയുടെ തീരത്താണ് ഹാരപ്പയിൽ കണ്ടെത്തിയ ഗ്രാനറി സ്ഥിതി ചെയ്തിരുന്നത്. 65-ാമത്തെ ചോദ്യം, ഇൻ ഹിസ് ഇൻസ്ക്രിപ്ഷൻസ് അശോക കോൾസ് ഹിംസെൽഫ് ആസ്? അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ അശോകൻ അദ്ദേഹത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ദേവനാം പ്രിയദർശിനി കിങ്. ദേവനാം പ്രിയദർശിനി കിങ് എന്നൊക്കെയാണ് അശോകൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് പേര്. 66-ാമത് ചോദ്യം, വിച്ച് ഹാരപ്പൻ സൈറ്റ് ഹാസ് ദി മോസ്റ്റ് ഇംപ്രസീവ് ഡ്രെയിനേജ് സിസ്റ്റം? ഏത് ഹാരപ്പൻ സൈറ്റിനാണ് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നത്? ആൻസർ ഹാരപ്പയാണ്. 67-ാമത് ചോദ്യം, നെയിം ദ റൂളിംഗ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഇൻ ദ സംഗം ഏജ്? സൗത്ത് ഇന്ത്യയിലെ സംഗം ഏജിലെ റൂളിംഗ് ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ആൻസർ ചോള, ചേര ആൻഡ് പാണ്ഡ്യ. ഈ 3 ഡൈനാസ്റ്റിയാണ് സൗത്ത് ഇന്ത്യയിൽ റൂൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ. അടുത്തത് 68-ാമത് ചോദ്യം, ദ മോസ്റ്റ് പോപ്പുലർ അസംബ്ലി ഇൻ വിച്ച് ഈവൻ വുമൺ എൻജോയ്ഡ് ആൻ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ ഇൻ ഏർലി വേദിക് പീരീഡ്? ആൻസർ വിദാത. ദ മോസ്റ്റ് പോപ്പുലർ അസംബ്ലി ഇൻ വിച്ച് ഈവൻ വുമൺ എൻജോയ്ഡ് ആൻ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ ഇൻ ഏർലി വേദിക് പീരീഡ് ആണ് വിദാത. 69-ാമത്തെ ചോദ്യം, ദ മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ belongs to the period of? The Mehroli pillar inscriptions belongs to the period of the Guptas. അടുത്ത 70-ാമത്തെ ചോദ്യമാണ്, വിച്ച് ബുക്ക് ഡീൽ വിത്ത് ദ ഹിസ്റ്ററി ഓഫ് കാശ്മീർ? കാശ്മീരിൻ്റെ ചരിത്രം പറയുന്ന ബുക്കാണ് രാജതരംഗിണി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
കാശ്മീരിൻ്റെ ചരിത്രം പറയുന്ന ബുക്കാണ് രാജതരംഗിണി. 71ാമത്തെ ചോദ്യം, ദ വർണാസ് കെയിം ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഹെറിഡിറ്ററി കാസ്റ്റ് ഡ്യൂറിങ് ദി ഡാഷ്. ആൻസർ ലേറ്റർ വേദിക് പീരീഡ്. ദ വർണാസ് കെയിം ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഹെറിഡിറ്ററി കാസ്റ്റ് ഡ്യൂറിങ് ദി ലേറ്റർ വേദിക് പീരീഡ്. 72ാമത്തെ ചോദ്യം, ഹൂ റോട്ട് കമൻറ്ററീസ് ഓൺ ഹർഷവർദ്ധനൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ കോഡ് ലൈഫ് ഓഫ് കനൗജ്. ഹൂ റോട്ട് കമൻറ്ററീസ് ഓൺ ഹർഷവർദ്ധനൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോഡ് ലൈഫ് ഓഫ് കനൗജ്. ആൻസർ ഹുയാൻ സാങ്. 73ാമത്തെ ചോദ്യം, ദ ജൈന സെയിൻറ്റ് ക്രെഡിറ്റഡ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ദ ജൈനിസം ഇൻ കർണാടക വാസ് ഭദ്രബാഹു. ദ ജൈന സെയിൻറ്റ് credited with the spread of Jainism in Karnataka was ഭദ്രബാഹു. 74ാമത്തെ ചോദ്യം, ദ ഗ്രേറ്റസ്റ്റ് ചോള കിങ് ഇൻ ദ ഡൈനാസ്റ്റി ഓഫ് ദി ചോളാസ് ഓഫ് തഞ്ചാവൂർ വാസ്. ആൻസർ രാജരാജ ഒന്നാമൻ. ദ ഗ്രേറ്റസ്റ്റ് ചോള കിങ് ഇൻ ദ ഡൈനാസ്റ്റി ഓഫ് ദി ചോളാസ് ഓഫ് ദി തഞ്ചാവൂർ വാസ് രാജരാജ ഒന്നാമൻ. അടുത്ത 75ാമത്തെ ചോദ്യം, ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ഋഗ്വേദിക് കൾച്ചർ വാസ്. ഋഗ്വേദിക് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി ആയിരുന്നു. ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ഋഗ്വേദിക് കൾച്ചർ വാസ് ഇൻഡസ് വാലി. അടുത്ത ചോദ്യം 76, ദ വേദ വിച്ച് ഈസ് പാർട്ട്ലി എ പ്രോസ് വർക്ക് ഈസ്. ആൻസർ യജുർവേദ. ദ വേദ വിച്ച് ഈസ് പാർട്ട്ലി എ പ്രോസ് വർക്ക് ഈസ് യജുർവേദ. 77ാമത്തെ ചോദ്യം, നാഗാർജുന ഈസ് നോൺ ആസ് ഐൻസ്റ്റീൻ ഓഫ് ഇന്ത്യ because he propounded the theory of ശൂന്യവാദ similar to the Einstein's theory of relativity. നാഗാർജുനനാണ് ഇന്ത്യയുടെ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം ശൂന്യവേദ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. അത് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായിട്ട് അഭേദ്യമായ ബന്ധം ഉള്ള ഒരു തിയറിയാണ്. 78ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോർ വർണാസ് മെൻഷൻ ഇൻ ദ പുരുഷ സൂക്ത ഓഫ് ദി മണ്ഡല ഓഫ് ഋഗ്വേദ ഈസ് റെഫേർഡ് ഇൻ അതർ പാർട്ട് ഓഫ് ഋഗ്വേദ ഇൻ ദ സെൻസ് ഓഫ് ദി വർണ്ണ. ആൻസർ ശുദ്രാസ്. 79, വിച്ച് ഗുപ്ത എംപറർ ഈസ് റെപ്രസെൻറ്റഡ് ഹിസ് കോയിൻ ആസ് പ്രേയിങ് ദ ല്യൂട്ട് ഫോർ വീണ. ആൻസർ സമുദ്രഗുപ്ത. 80ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഓതർ ഓഫ് വിക്രമചരിത. വിക്രമചരിതത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്, അല്ലെങ്കിൽ വിക്രമചരിത ആരാണ് എഴുതിയിട്ടുള്ളത്? ആൻസർ ബിൽഹണനാണ് വിക്രമചരിതം എഴുതിയിട്ടുള്ളത്. 81ാമത്തെ ചോദ്യം, ദ ഫേമസ് ഡയലോഗ് ബിറ്റ്വീൻ നചികേത ആൻഡ് യാമ ഈസ് മെൻഷൻ ഇൻ ദി കഠോപനിഷത്ത്. ദ ഫേമസ് ഡയലോഗ് ബിറ്റ്വീൻ നചികേത ആൻഡ് യാമ ഈസ് മെൻഷൻ ഇൻ ദി കഠോപനിഷത്ത്. 82ാമത്തെ ചോദ്യം, ദ സിസ്റ്റം ഓഫ് ഫിലോസഫി which the name of Kapila is prominently associated is Sankhya. 83ാമത്തെ ചോദ്യം, ഹൂ ഫൗണ്ടഡ് ദ ശക എറ ആൻഡ് വെൻ. ആരാണ് ശകവർഷം തുടങ്ങിയത്, എന്നാണ് തുടങ്ങിയത്? കനിഷ്കനാണ്. AD 78 അദ്ദേഹം ശകവർഷം ആരംഭിച്ചത്. 84ാമത്തെ ചോദ്യം, ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ദി കൻവ ഡൈനാസ്റ്റി. കൻവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ആൻസർ വസുദേവ കൻവയാണ് കൻവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. 85ാമത്തെ ചോദ്യം, ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ശതവാഹന ഡൈനാസ്റ്റി. ശതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് സിമുഖൻ. ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ശതവാഹന ഡൈനാസ്റ്റി. ആൻസർ സിമുഖൻ. 86ാമത്തെ ചോദ്യം, പതഞ്ജലി ദ സെക്കൻഡ് ഗ്രേറ്റ് ഗ്രാമേറിയൻ ഓഫ് ആൻഷ്യൻ ഇന്ത്യ വാസ് എ കണ്ടംപററി ഓഫ്. പതഞ്ജലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമേറിയൻ ആയിരുന്നു. അദ്ദേഹം ആരുടെ സമകാലീനനായിരുന്നു? പുഷ്യമിത്ര സുംഗൻ്റെ സമകാലീനനായിരുന്നു പതഞ്ജലി. 87ാമത്തെ ചോദ്യം, വിച്ച് സോഴ്സ് സ്റ്റേറ്റ് ദാറ്റ് ശ്രീനഗർ വാസ് ബിൽറ്റ് ബൈ അശോക. ശ്രീനഗർ അശോകനാണ് നിർമ്മിച്ചതെന്ന് പറയുന്നത് കൽഹണൻ്റെ രാജതരംഗിണിയിലാണ്. 88ാമത്തെ ചോദ്യം, ഫസ്റ്റ് എലാബറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഉപാനയ ശങ്കർ ഈസ് ഫൗണ്ടഡ് ഇൻ ദി തദ്യമഹാബ്രാഹ്മണ. 89ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദി ഏർലി ചാലുക്യാസ്.
ചാലൂക്യന്മാരുടെ ആദ്യകാല ക്യാപിറ്റലാണ് ബദാമി. 90-ാമത്തെ ചോദ്യം, വിച്ച് ഡൈനാസ്റ്റി വാസ് റൂളിംഗ് അറ്റ് ദ ടൈം ഓഫ് അലക്സാണ്ടേഴ്സ് ഇൻവേർഷൻ? അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് മൗര്യന്മാരായിരുന്നു. 91-ാമത്തെ ചോദ്യം, അശോക സെൻറ്റ് മിഷനറീസ് ടു? അശോകൻ തൻ്റെ മിഷണറിമാരെ ടിബറ്റിലേക്കും അതുപോലെ തന്നെ സിലോണിലേക്കും അയച്ചു. സിലോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശ്രീലങ്കയാണ്. അതേപോലെ തന്നെ ടിബറ്റിലേക്കും അദ്ദേഹം തൻ്റെ മിഷണറിമാരെ അയച്ചിട്ടുണ്ട്. 92-ാമത്തെ ചോദ്യം, ഹു വാസ് ദ പാട്രൺ ഓഫ് ദ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ? തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ പാട്രൺ ആയിരുന്നു അശോകൻ. 93-ാമത്തെ ചോദ്യം, ദ വേദിക് ടേം വ്രിഹി സ്റ്റാൻഡ് ഫോർ? ഒരു വേദിക് ടേമാണ് വ്രിഹി. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ റൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് 93 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ആൻഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്